നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. ഇന്ന് രാശിയിൽ ചൊവ്വ നിൽക്കുന്നു. 2ാം ഭാവത്തിൽ മിഥുനത്തിൽ ബുധൻ, 3ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം കർക്കിടകത്തിൽ. ചിങ്ങൻ രാശിയിൽ ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ കേതുവുണ്ട് കൂടെ. 9ാം ഭാവത്തിൽ ചന്ദ്രൻ, 10ാം ഭാവത്തിൽ രാഹു, 11ൽ ശനി. സ്വതവേ ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരം കാര്യങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായി നടക്കുവാനുള്ള ഒരു അനുകൂല സ്ഥിതിയാണ്. കാരണം ഇടവൻ രാശിക്കാർക്ക് ഇന്ന് 3ലെ വ്യാഴമാണ് വലിയ പ്രയാസമുണ്ടാക്കുന്നത്. പക്ഷെ അവിടെയും തൊഴിൽ മേഖല ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശനി അതിശക്തമായി 11ാം ഭാവത്തിൽ നിൽക്കുന്നതിന് പുറമെ വക്രിയായി വരികയാണ്. അതിനാൽ വളരെയധികം കർമ്മപദ്ധതികളുടെ മുന്നോട്ട് പോകാൻ ഇടവൻ രാശിക്കാർക്ക് കഴിയും. ഇടവൻ രാശി എന്ന് നിങ്ങൾക്കറിയാം, കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ശാരീരികമായി BP പേഷ്യൻസിന് അല്ലെങ്കിൽ രക്തമർദ്ദം അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. പലപ്പോഴും തന്നെ ഈഗോ തന്നെ ഭരിക്കുന്നൊരു വാരമായിരിക്കും. ലഗ്നത്തിൽ ചൊവ്വ വന്നാൽ ഈഗോയിസ്റ്റ് ആയിരിക്കും. പല കാര്യങ്ങൾക്കും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ചില സമീപനങ്ങളൊക്കെ നടത്തി അതിലൂടെ പ്രയാസങ്ങൾ വരും. അത് ഇടവൻ രാശിയിലെ ചൊവ്വയുമാണ്. പലപ്പോഴും നോക്കണം, സ്ത്രീ വിഷയത്തിൽ ശ്രദ്ധിക്കുക. പല പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ശുക്രൻ 4ലാണ് ഈ ഒരു വാരം. നല്ല സൗഹൃദങ്ങൾ കിട്ടുക, ധാരാളം സ്ത്രീകൾ തൻ്റെ സഹായികളായിട്ട് വരിക, തൻ്റെ കർമ്മ മേഖലയിൽ വരിക, തന്നോട് അടുത്ത് പെരുമാറുക. അത് വളരെ ഗോപ്യമായിട്ട് ഇടവൻ രാശിക്കാർ ലഗ്നത്തിലെ ചൊവ്വ ഗോപനം ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ്. ആ പരയുവതിരഥ എന്ന് പറയുമ്പോൾ അന്യ സ്ത്രീകൾ ചില രതികൾ താല്പര്യം വരിക, അത് ഫാമിലി ലൈഫിന് ബുദ്ധിമുട്ടില്ലാതെ നോക്കണം. ഈ ഗാംബ്ലിംഗ് പ്ലാനറ്റ് നല്ലതാണ്. ശ്രദ്ധിച്ച് കളിച്ചാൽ ചിലപ്പോൾ ഈ വാരത്തിൽ സാമ്പത്തികമായ ഗുണങ്ങൾ ഗാംബ്ലിങ്ങിലൂടെ ലഭിക്കുന്ന സമയമാണ്. പുതിയ വാഹനങ്ങൾക്കൊക്കെ ബുക്ക് ചെയ്യാം. 4ാം ഭാവത്തിൽ ശുക്രനാണ്. അപ്രകാരം തന്നെ തൻ്റെ മാതൃകമായ അമ്മ സംബന്ധമായ ചില ഭൂമിക്ക് തീരുമാനങ്ങളുണ്ട്. അമ്മയുടെ ഭൂമി, തനിക്ക് മാതൃ സംബന്ധിയായി കിട്ടുന്ന ഭൂമി, അത് വിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അത് തനിക്ക് പതിച്ചു കിട്ടുക, സംസാരിച്ച് ഇത് ഇന്നാളുടെ പേരിൽ എഴുതി വെക്കുക. ഒരു രേഖാപരമായ വിഷയത്തിലൊക്കെ ഈ ഒരു വാരം വളരെ നല്ലതാണ്. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങുക. 9ാം ഭാവത്തിൽ ചന്ദ്രനുമുണ്ട്. സഹോദരങ്ങളുടെ വീട്ടിൽ സഹോദരങ്ങൾക്ക് വിവാഹങ്ങളൊക്കെ ഉണ്ടാവുക, സഹോദരിമാരെങ്കിൽ മരുമക്കളുടെ വിവാഹത്തിൻ്റെ ഭാഗഭാക്കാവുക എന്ന ചില നല്ല പ്രവൃത്തികളൊക്കെ ഈ വാരത്ത് തീരുമാനിക്കപ്പെടും. കാരണം കർക്കിടക മാസത്തിൽ സാധാരണ നാം വിവാഹങ്ങൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധിച്ച കുറ്റിയിടൽ കർമ്മങ്ങൾ ഇതൊന്നും ചെയ്യാറില്ല. കർക്കിടകത്തിൽ എന്താണ് നാം ചെയ്യുക? നന്നായി രാമായണ പാരായണം ചെയ്യുക. അപ്രകാരം തന്നെ ഗണപതി ഹോമങ്ങൾ, ഭഗവത് സേവ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് ആ കർക്കിടകത്തിലെ ആ 31 അല്ലെങ്കിൽ വരുന്ന 32 ദിനങ്ങളെ നാം എന്ത് ചെയ്യുന്നു? ശ്രദ്ധയിലൂടെ നമ്മുടെ ക്ലേശങ്ങൾക്ക് പരിഹരിക്കാനുള്ള അവസരമായി കാണുന്നു. ഈ 12 മാസങ്ങളിലും കർക്കിടക മാസം ആദിത്യം വരുമ്പോൾ ഒരു പഞ്ഞ മാസമാണെന്ന് പറയും. പലപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാകും. ഏതായാലും ഈ ഒരു വാരം നന്നായി ഭവിക്കട്ടെ ഇടവൻ രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.